ടൈം ആൻഡ് വർക്കിൻ്റെ 8ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഈ ഒരു സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. 2024 അവസാനം വരെയുള്ള ചോദ്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി 2025 ചോദ്യങ്ങൾ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും ഒരു 5-6 ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. അപ്പം നിലവിൽ ഈ വീഡിയോയുടെ കൂടെ ടൈം ആൻഡ് വർക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ അല്ലേ? അപ്പം ഇതിന് മുന്നത്തെ 7 പാർട്ട് വീഡിയോസ് കണ്ടേക്കണം. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വൃത്തിയായിട്ട് PYQ ബുക്കിലാണ് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എപ്പോഴും പഠനം സിസ്റ്റമാറ്റിക് ആക്കുക. അത് നമ്മളെ ഒത്തിരി ഹെൽപ്ഫുൾ ആക്കും മാർക്ക് സ്കോർ ചെയ്യാൻ. ഓക്കെ, അവിടെ ഇവിടെ എഴുതുന്ന രീതി മാറ്റി നമ്മളെപ്പോഴും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാം. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം മക്കളെ. ടെലഗ്രാം ചാനലിൻ്റെ കാര്യം മറക്കണ്ട. ജോസ് കാപ്പൻ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്ഡേഷൻസ് മിസ്സാവാതിരിക്കാൻ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ജോസ് കാപ്പൻ എന്ന് സ്പേസ് ഇല്ലാതെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് ഒത്തിരി വിലപ്പെട്ടതാണ്, അത് മറക്കാതിരിക്കുക കേട്ടോ. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2, 4, 5 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അറിയാവുന്ന കുട്ടികൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുക, തന്നെ ഒന്ന് പയറ്റി നോക്കുക. ഉത്തരങ്ങൾ ശരിയാവുന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ടാറ്റ ബൈ ബൈ. ഉത്തരങ്ങൾ സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണോ ഇത് സാറ് ചെയ്തേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി എക്സ്പ്ലനേഷൻസ് കാണുക. ഇനി ബുദ്ധിമുട്ടുള്ള എൻ്റെ പാവം കുട്ടികൾ എക്സ്പ്ലനേഷൻസ് ഓരോന്നും വൃത്തിയായിട്ട് കേട്ട് പഠിച്ച് വൃത്തിയായിട്ട് എഴുതി ഈ നമുക്ക് റേഞ്ചുള്ള കുട്ടികളുടെ ഒപ്പം എത്തണം. അങ്ങനെ നമ്മൾ പുറയിലാണെങ്കിൽ നമുക്ക് അടുത്ത പരീക്ഷ ആകുമ്പോഴത്തേക്കും അവരുടെ ഒപ്പം എത്തി അവരെ പിന്നിലാക്കാൻ അല്ലെങ്കിൽ അവരുടെ ഒപ്പം എത്താൻ നമുക്ക് സാധിക്കണം. വേണം. ആ ഒരു സ്പിരിറ്റ്, ആ ഒരു വാശി വേണം അല്ലേ? എവർ ട്രൈഡ് എവർ ഫെയിൽഡ്, നോ മാറ്റർ, ട്രൈ അഗെയിൻ, ഫെയിൽ ബെറ്റർ, ദ വേൾഡ് ഈസ് യുവേഴ്സ് അല്ലേ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഒരിക്കലും നിർത്തില്ല അല്ലേ? പരാജയപ്പെട്ടാലും പുറകോട്ട് പോയാലും നമ്മൾ ശ്രമിക്കും. അത് പഠിത്തത്തിൻ്റെ കാര്യത്തിലല്ല, ജീവിതത്തിൽ ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് മുന്നോട്ട് വരാൻ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഇന്നത് ചെയ്യണം, നാളെ മുതൽ രാവിലെ എഴുന്നേൽക്കണം, നാളെ മുതൽ ഇന്നത് ചെയ്യണം, നാളെ മുതൽ ഡയറ്റ് എടുക്കണം. ഇങ്ങനെ പല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ അല്ലേ? പക്ഷെ നമ്മൾ 2 ദിവസം കൊണ്ട് നിർത്തും, അല്ലെ നമ്മൾ 2 ദിവസം നോക്കിയിട്ട് നടക്കുന്നില്ല, നമ്മൾ പരാജയപ്പെട്ട് നമ്മൾ അവസാനിപ്പിക്കും. അപ്പോൾ എപ്പോഴും മനസ്സിൽ ഈ കോഴ്സ് കൊണ്ടുവരിക. എവർ ട്രൈഡ്, നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കും. എവർ ഫെയിൽ, നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടായിരിക്കും. നോ മാറ്റർ, സാരമില്ല. ട്രൈ അഗെയിൻ, വീണ്ടും ശ്രമിക്കുക. ഫെയിൽ അഗെയിൻ, വീണ്ടും പരാജയപ്പെടുക അല്ലേ? സോ ദ വേൾഡ് ഈസ് യുവേഴ്സ്, ഈ ലോകം നിങ്ങളുടേതാണ് അല്ലേ? അപ്പോൾ ആ ഒരു വാശിയോടെ നമ്മൾ വീണ്ടും ശ്രമിച്ച് വിജയത്തിലെത്താൻ സാധിക്കട്ടെ. അങ്ങനെ വിജയത്തിലെത്തുമ്പം അത് ഒത്തിരി മധുരമുള്ളതായിരിക്കും. തേനിനേക്കാൾ മധുരമുള്ള വിജയമായിരിക്കും അല്ലേ? കഷ്ടപ്പാടിലൂടെ കിട്ടുന്ന വിജയത്തിന് പ്രത്യേക ഒരു മധുരമാണ്. നമുക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയാൽ അതിന് മൂല്യം തീരെ കുറവാണ്. നമ്മൾ നേടിയെടുത്ത ഓരോ കാര്യങ്ങൾക്ക് ഭയങ്കര മധുരമാണ് അല്ലേ? സോ ആ ഒരു മധുരം നുകരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മക്കളെ. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ജോലി 6 ദിവസം കൊണ്ട് P എന്നയാൾ ചെയ്തു തീർക്കും. Pക്ക് ജോലി തീർക്കാൻ 6 ദിവസം വേണം. ഓക്കെ ആണോ? അതേ ജോലി Q എന്നയാൾ 18 ദിവസം കൊണ്ട് തീർക്കും. അതേ ജോലി Q എന്നയാൾ 18 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? സോ Pയും Qവും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം 6 × 18 x/y ഡിവൈഡഡ് ബൈ x + y. 6 + 18 24. ശരിയല്ലേ മക്കളെ? വെട്ടിക്കളയാം. 6 4 24, 4 തവണ 18/4 9/2 ആണ്. 4.5 എന്നാണ് കിട്ടുന്നത് അല്ലേ? ഓക്കെ, ആൻസർ ഓപ്ഷൻ C ആണ് കറക്റ്റ്. ചെയ്തത് പക്കയല്ലേ മക്കളെ? മുന്നോട്ട് വരാം. അടുത്ത ചോദ്യം. സന്ധ്യ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 20 ദിവസം കൊണ്ട് തീർക്കും. ആണോ? ഗോപു അത് ചെയ്യാൻ 60 ദിവസം എടുക്കും അല്ലേ? രണ്ടുപേരും ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം ആണോ? സന്ധ്യയും ഗോപുവും കൂടെ ജോലി തീർക്കാൻ വേണ്ട സമയം x/y ഡിവൈഡഡ് ബൈ x + y ഡേയ്സ്. ശരിയാണോ മക്കളെ? 20 × 60 ഡിവൈഡഡ് ബൈ 20 + 60 80 എന്ന് കിട്ടും അല്ലേ? ഇതും വെട്ടിപ്പോയി. 4 60/4 ആൻസർ 15 എന്ന് കിട്ടും. ഓപ്ഷൻ C ആണ് കറക്റ്റ് വരുന്നത്. സംശയമൊന്നുമില്ലല്ലോ? സെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പുരുഷനും
യെസ്, ഒരു പുരുഷനും ഒരു കുട്ടിയും ചേർന്ന് ചെയ്യുന്ന ജോലിയേക്കാൾ 4 ഇരട്ടി ജോലി 5 പുരുഷനും 2 കുട്ടിയും ചേർന്ന് പൂർത്തിയാക്കും. ഓക്കെ, ഒരു പുരുഷനും ഒരു കുട്ടിയും ചേർന്ന് ചെയ്യുന്നതിനേക്കാൾ 4 ഇരട്ടി ജോലി 5 പുരുഷനും 2 കുട്ടിയും ചേർന്ന് പൂർത്തിയാക്കും എങ്കിൽ ഒരു പുരുഷൻ്റെയും ഒരു കുട്ടിയുടെയും ജോലി ചെയ്യാനുള്ള കഴിവിൻ്റെ അനുപാതം എത്ര, അംശബന്ധം എത്ര? മക്കളെ ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് ഈ ഒരു കുട്ടിയും ഒരു പുരുഷനും ചേർന്ന് ചെയ്യുന്ന ജോലിയുടെ 4 ഇരട്ടി ജോലി 5 പുരുഷനും 2 കുട്ടിയും ചെയ്യുന്നല്ലേ. അതിൻ്റെ അർത്ഥം ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ 1:4 ആണെന്നല്ലേ, അല്ലേ? അതായത് ഒരു പുരുഷൻ്റെ ഒരു കുട്ടിയുടെ എഫിഷ്യൻസിയുടെ 4 ഇരട്ടി എഫിഷ്യൻസി ഉണ്ട് 5 പുരുഷനും 2 കുട്ടികൾക്കും എന്നല്ലേ അർത്ഥം. അപ്പോൾ എഫിഷ്യൻസിയുടെ റേഷ്യോ 1:4 എന്ന് എടുക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ എഴുതാൻ പേരെ ഒരു പുരുഷൻ പ്ലസ് ഒരു കുട്ടി അല്ലേ, ഡിവൈഡഡ് ബൈ ആണോ 5 പുരുഷൻ പ്ലസ് 2 കുട്ടി ആണോ. ഇവരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 1:4, അതായത് 1/4 അല്ലേ മക്കളെ? ആണ്. എങ്കിൽ നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 1m 4m + 4c ഈസ് ഈക്വൽ ടു, ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പം 5m + 2c ആണോ. ഓക്കെ, എം എല്ലാം ഒരുമിച്ച് സി എല്ലാം ഒരുമിച്ച്. അപ്പം ഈ 4m ഇങ്ങോട്ട് വരുമ്പം 5m - 4m 1m എന്ന് വരും. ഈ 2c ഇങ്ങോട്ട് വരുമ്പോൾ 4c - 2c അത് 2c എന്ന് വരും ആണോ. സോ 2c = 1m എന്ന് കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പുരുഷൻ്റെയും കുട്ടിയുടെയും റേഷ്യോയാണ്. അപ്പം m:c ആണ് കണ്ടുപിടിക്കേണ്ടത് ആണോ. എം കാണാൻ സോ 2c = 1m ആണെങ്കിൽ എമ്മിൻ്റെ റേഷ്യോ 2ഉം കുട്ടിയുടെ റേഷ്യോ 1ഉമാണ്. കാരണം ഒരു പുരുഷന് തുല്യം 2 കുട്ടി എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ പുരുഷനല്ലേ എഫിഷ്യൻ്റ്, പുരുഷൻ്റെ എഫിഷ്യൻസി 2ഉം കുട്ടിയുടെ എഫിഷ്യൻസി 1ഉമാണ്. സോ 2:1 എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. മക്കളെ നമുക്കിവിടെ കിട്ടിയ റിലേഷൻ എന്താ? 1m = 2c. ഒരു പുരുഷന് തുല്യം 2 കുട്ടികളെന്നാണ്. അപ്പോൾ ഒരു പുരുഷൻ ചെയ്യുന്ന ജോലി ചെയ്യാൻ 2 കുട്ടികൾ വേണം. അപ്പം പുരുഷൻ്റെ എഫിഷ്യൻസി അല്ലേ 2, കുട്ടിയുടെ എഫിഷ്യൻസി അല്ലേ 1, പുരുഷനല്ലേ ഇരട്ടി എഫിഷ്യൻറ്റ്. അപ്പോൾ പുരുഷൻ്റെയും കുട്ടിയുടെ എഫിഷ്യൻസി 2:1 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഒന്നുകൂടെ പറയട്ടെ, ഇവർ പറഞ്ഞേക്കുവാണ് ഒരു പുരുഷനും ഒരു കുട്ടിയും അല്ലേ ചെയ്യുന്ന ജോലിയുടെ 4 ഇരട്ടി ജോലി 5 പുരുഷനും 2 കുട്ടിയും കൂടെ ചെയ്യും. അപ്പം ഒരു പുരുഷൻ്റെ ഒരു കുട്ടിയുടെ എഫിഷ്യൻസിയുടെ 4 ഇരട്ടി എഫിഷ്യൻസി ഉണ്ട് 5 പുരുഷനും 2 കുട്ടിക്കും അല്ലേ. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ 1:4 അതായത് 1/4 ആണല്ലോ. അപ്പം ഒരു പുരുഷൻ പ്ലസ് ഒരു കുട്ടിയുടെ എഫിഷ്യൻസി ബൈ 5 പുരുഷൻ പ്ലസ് 2 കുട്ടിയുടെ എഫിഷ്യൻസി = 1/4. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 2c = 1m എന്ന് കിട്ടും. ഒരു പുരുഷന് തുല്യം 2 കുട്ടിയെന്ന് കിട്ടും. അപ്പോൾ പുരുഷൻ്റെ എഫിഷ്യൻസി 2ഉം കുട്ടിയുടെ എഫിഷ്യൻസി 1ഉമാണ്. റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ചോദ്യം. എ ക്യാൻ കംപ്ലീറ്റ് എ ടാസ്ക് ഇൻ 10 days. എയ്ക്ക് ഒരു ടാസ്ക് 10 days കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഓക്കെ. ബി ക്യാൻ ഫിനിഷ് ഇറ്റ് ഇൻ 50 days. ബിക്ക് 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അവരൊരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആകും എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഒരുമിച്ച് ജോലി തീർക്കാൻ വേണ്ട സമയം x × y ഡിവൈഡഡ് ബൈ x + y ഡേയ്സ് അല്ലേ. 10 × 15 ഡിവൈഡഡ് ബൈ 10 + 15 25, 150/25 ആൻസർ 6 ഡേയ്സ് എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ. ഇതാണ്, അരുണിന് 80 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. അപ്പോൾ അരുണിന് എത്ര ദിവസം വേണം ജോലി ചെയ്യാൻ? 80 ദിവസം. അവൻ 10 ദിവസം അതിൽ ജോലി ചെയ്യുന്നു. 10 ദിവസം ജോലി ചെയ്യുന്നു. ഓക്കെ. തുടർന്ന് ബാക്കിയുള്ള ജോലി അനിൽ 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. ബാക്കിയുള്ള ജോലി അനിൽ 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു എങ്കിൽ അരുണും അനിലും ചേർന്ന് ജോലി ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ ജോലി പൂർത്തിയാകും? ഇതാണ് ക്വസ്റ്റ്യൻ. അരുണിന് തന്നെ എത്ര ദിവസം വേണം മക്കളെ? 80 ദിവസം വേണം. അരുൺ 10 ദിവസം ജോലി ചെയ്താൽ അരുണിന് 70 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ഉണ്ടായിരുന്നല്ലോ. ആ ജോലി ചെയ്യാനല്ലേ അനിലിനെ വിളിച്ചത്. അനിൽ അത് 42 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു എന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായി അരുൺ എന്നയാൾ 70 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി അനിൽ എന്നയാൾ 42 ദിവസം കൊണ്ട് തീർക്കും. അപ്പോൾ ജോലി തീർക്കാൻ വേണ്ട സമയങ്ങളുടെ റേഷ്യോ
നമ്മൾ ഇതിനെ 7 വെച്ചങ്ങ് വെട്ടിക്കളഞ്ഞാൽ നമുക്ക് 10:6 എന്നും ഒന്നും കൂടെ വെട്ടുമ്പോൾ 2 വെച്ച് 5:3 എന്നും കിട്ടും. ഇത് ജോലി തീർക്കാൻ വേണ്ട ടൈമിൻ്റെ റേഷ്യോയാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്പീഡിൻ്റെ അല്ലെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ 3:5 ആണ്. കാരണം ടൈം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡാണ്. ടൈമിൻ്റെ റേഷ്യോ 5:3 ആണെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ 3:5 ആണ്. ടൈം 5:3, അപ്പോൾ സ്പീഡ് 3:5 ആണ്. ഓക്കെ ആണോ? ഇത്രയും സ്പീഡ് തന്നെയാണ് എഫിഷ്യൻസി. ഒന്നുകൂടെ ഞാൻ പറയട്ടെ ഇത്രയും കാര്യം. അതായത് അരുണിന് ആക്ച്വലി 80 ദിവസം വേണം ജോലി തീർക്കാൻ. അരുൺ 10 ദിവസം ജോലി ചെയ്തിട്ട് നിർത്തിപ്പോയി. അപ്പം പിന്നെ അനിലിനെ വിളിച്ച് ബാക്കിയുള്ള ജോലി തീർക്കാൻ. അനിൽ അത് 42 ദിവസം കൊണ്ട് തീർത്തു. അപ്പം അരുൺ 10 ദിവസം ജോലി ഇട്ട് പോയി. അരുണിന് ആകെ 80 ദിവസം വേണം. 10 ദിവസം ജോലി ഇട്ട് പോയാൽ അരുണിന് 70 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ ബാക്കിയുണ്ട്. അരുണിന് 70 ദിവസം ചെയ്യാനുള്ള ജോലിയാണ് അനിൽ വന്ന് 42 ദിവസം കൊണ്ട് തീർത്തത്. അതുകൊണ്ട് അരുൺ 70 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി അനിൽ 42 ദിവസം കൊണ്ട് തീർക്കുന്നു കിട്ടി. അപ്പോൾ ഇവരുടെ ജോലി തീർക്കാൻ വേണ്ട സമയങ്ങളുടെ റേഷ്യോ 10:6, ഒന്നുകൂടി ചെറുതാക്കും 5:3. ഇതാണ് ജോലി തീർക്കാൻ എടുക്കുന്ന ടൈമുകളുടെ റേഷ്യോ. അപ്പോൾ ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ 3:5 ആണ്. ഇത്ര ഓക്കെ അല്ലേ? ആണ്. ഇനി ഇത്രേ ഉള്ളൂ പരിപാടി തീർന്നു. ഇത്രേ ഉള്ളൂ. ഇനി 3 എഫിഷ്യൻസിയുള്ള അരുണിന് 80 ദിവസം വേണം ജോലി തീർക്കാൻ. ആണോ? എങ്കിൽ 2 പേര് ഒരുമിച്ച് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുന്ന ചോദ്യം. 2 പേരുടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി 8 എഫിഷ്യൻസി ഉള്ള ഇവർക്ക് എത്ര ദിവസം വേണമെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി. പരിപാടി തീർന്നു. 3 എഫിഷ്യൻസി ഉള്ള അരുണിന് 80 ദിവസം അല്ലേ? എങ്കിൽ 8 എഫിഷ്യൻസി ഉള്ള 2 പേർക്കും കൂടെ എത്ര ദിവസം? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല ചെയ്യേണ്ടത്, നേരെയാണ്. മറക്കരുത്. 3 × 80/8 ആണ് അല്ലേ? സോ ആൻസർ 30 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. സിമ്പിളായിട്ട് ചെയ്യും. പല മെത്തേഡുകളുണ്ട് കേട്ടോ. എഫിഷ്യൻസി മെത്തേഡൊക്കെ ഉണ്ട്. ഞാൻ ക്ലാസ്സുകളിൽ, ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ചില ബാച്ചുകളിലൊക്കെ അത് പഠിപ്പിക്കാറുണ്ട്. ഇനി എല്ലാം കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ ആകെ കൺഫ്യൂഷൻ ആകും എന്നുള്ളതുകൊണ്ട് ഉള്ളതിലൊരു ബെറ്റർ മെത്തേഡാണ് ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കാറ്. ഒരു കണക്ക് 3, 4, 5 മെത്തേഡുകളിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അത് ഒരു ബാച്ചിൻ്റെ രീതി അനുസരിച്ച് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. റേഞ്ചുള്ള കുട്ടികൾ, ഫോളോ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് ആ കൂടുതൽ മെത്തേഡുകൾ നമുക്ക് പറഞ്ഞു തരാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. ജനറലായിട്ട് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡേ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ മക്കളെ, ഇത് മനസ്സിലായോ? 3 എഫിഷ്യൻസി ഉള്ള ആളാണ് അരുൺ. അനിലിൻ്റെ എഫിഷ്യൻസി 5. 3 എഫിഷ്യൻസി ഉള്ള അരുണിന് 80 ദിവസം വേണം ജോലി തീർക്കാൻ. 2 പേരുടെയും കൂടെ എഫിഷ്യൻസി 8 എഫിഷ്യൻസി ഉള്ള അവർക്ക് 2 പേർക്കും കൂടെ എത്ര ദിവസം വേണമെന്ന് അറിയാൻ ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല. കാരണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും തമ്മിലുള്ള ബന്ധം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. അപ്പോൾ ഉത്തരം കാണാൻ നേരെ ചെയ്യണം. ഇതൊക്കെ ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ഏതാണെന്ന് ഞാൻ ഓർക്കണില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുമ്പോൾ എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, എന്താണ് നേരെ ചെയ്യണം, ക്രോസ് ചെയ്യണം എന്നതിൻ്റെ അർത്ഥം എന്നൊക്കെ മനസ്സിലാക്കിക്കോളും കേട്ടോ. സോ ആൻസർ 30 കിട്ടും മക്കളെ. അപ്പം ടൈം ആൻഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? നമ്മൾ കുറേ ടോപ്പിക്കുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഓരോന്ന് തീർത്ത് വരുവാണ്. കറക്റ്റ് ഫോളോ ചെയ്തോണം. ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ.